Please subscribe. Click the bell icon. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏത് ബിഗിനേഴ്സിനും തയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈനാണ്. വളരെ സിമ്പിളായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുർത്തിയുടെ ഫ്രണ്ട് പോർഷനാണ്. ഇതിൽ എംബ്രോയ്ഡറി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത്ത് നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് 7.25 ഇഞ്ചാണ് ഇതിന് ടോട്ടൽ നമുക്കിവിടെ ഡെപ്ത്ത് കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് നമുക്ക് 5 ഇഞ്ചാണ് ഇവിടെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡർ വിഡ്ത്താണ് ഇനി നോക്കാനുള്ളത്. ഷോൾഡർ വിഡ്ത്ത് നമുക്ക് 14 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ വിഡ്ത്ത് തയ്യൽ തുമ്പ് അടക്കം ഉള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഒരു നെക്ക് ചെയ്യണത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ ക്യാൻവാസ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നെക്ക് വിഡ്ത്ത് നമ്മൾ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. അതുപോലെ നെക്ക് ഡെപ്ത്ത് നമുക്ക് ഇവിടെ 7 ഇഞ്ച് വരെ നമുക്ക് നെക്ക് ഡെപ്ത്ത് കൊടുക്കുക അതിൽ. അപ്പോൾ 7 ഇഞ്ച് നെക്ക് ഡെപ്ത്തും 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും വെച്ചിട്ടാണ് നമ്മളിതിൽ ഒരു ബോക്സ് ഷേപ്പിന് വരച്ചെടുക്കുക. അപ്പോൾ താഴ്ഭാഗം നമുക്ക് വീതി കുറച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം താഴ്ഭാഗത്ത് നമ്മൾ 5 ഇഞ്ചാണ് നമുക്കവിടെ ഡിസൈൻ്റെ വിഡ്ത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 5 ഇഞ്ച് തന്നെയാണ് നമ്മൾ വിഡ്ത്ത് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ 2.5 ഇഞ്ച് നമ്മൾ ഇവിടേക്ക് മാർക്ക് ചെയ്ത് ഇതിന് ഒരു ബക്കറ്റ് ഷേപ്പിലുള്ള ഒരു നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇതുപോലെ വരച്ചെടുത്ത് ഇനി ഇതിൻ്റെ നമ്മൾക്ക് ഔട്ടർ കൊടുക്കുക. ഒരു 1 ഇഞ്ച് വീതി പുറത്തേക്ക് കൊടുത്ത് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നെക്കിൻ്റെ പണി ഇവിടെ തീരുന്നില്ല. നമുക്ക് ഇത് ഈ ഒരു ബക്കറ്റ് ഷേപ്പിലുള്ളൊരു നെക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് 2 കോർണർ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡബിൾ നെക്ക് പോലെ രണ്ടാമതൊരു പീസും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഈ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഈ പീസിൽ തന്നെ അതിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തതിന് ശേഷം അത് വെച്ച് നമ്മൾ വേറൊരു ക്യാൻവാസും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കണ്ടില്ല. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ഇതിന് ഒരു സെക്കൻഡ് നെക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് കൊടുത്ത് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കാം, നമ്മൾ 2 നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും തന്നെ ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് തുണി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് ലെവലാക്കിയതിന് ശേഷം അതിൽ 2 ക്യാൻവാസും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഫ്രണ്ടിൽ നിന്നും ഒട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കിൽ നിന്ന് നന്നായി അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക.
ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ ഇട്ട് ഇതിൻ്റെ അരികും ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി നമ്മൾ അയൺ ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പോൾ ഇതുപോലെ 2 പീസിൻ്റെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ പീസിന് നമുക്ക് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് വേറൊരു പീസ് വെച്ചിട്ട് നമുക്ക് തയ്ക്കാനുള്ളതാണ്. അപ്പോൾ നോക്കുക, ഈ ഒരു പീസിനെ കൊണ്ട് ഇതുപോലെ ഇതിൻ്റെ അടിയിൽ നമ്മൾ വേറൊരു പീസ് വെച്ചിട്ട് അതിനെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കട്ടിയിൽ തന്നെയാണ് ഒരു പീസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. നമുക്കിതിനെ അകമ്പുറം മറിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് 3 സൈഡ് കറക്റ്റായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കോർണറൊക്കെ കട്ട് ചെയ്ത് ഇതിനെ അകമ്പുറം തിരിക്കാനുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് അകമ്പുറം മറിച്ച് അയൺ ചെയ്തെടുക്കുക. ഇനി ഈ ഒരു നെക്കിൻ്റെ സൈഡ് നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത് അതും ഇതുപോലെ മടക്കിയ ഭാഗം തയ്ച്ചെടുക്കുക. അപ്പോൾ നോക്കുക, ഈ പീസ് നമ്മൾ അകമ്പുറം മറിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി അയൺ ചെയ്തെടുക്കുക. ഇനി ഈ നെക്കിനെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇത് സെൻറ്റർ ചെയ്ത് പിന്ന് കുത്തി നമ്മൾ തയ്ച്ച് എടുക്കുക. അപ്പോൾ നോക്കാം, നമ്മൾ നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ കോർണറുകൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാക്കിലേക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് മടങ്ങി കിട്ടും. നമുക്ക് കോർണറുകളെല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബാക്കിലേക്ക് മടക്കി നന്നായി അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിന് പൈപ്പിംഗ് വേണം. അപ്പോൾ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു അരിക് ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയിട്ടൊന്ന് തയ്ച്ചെടുക്കുക. കാരണം അത് നമ്മൾ ബാക്കിലേക്ക് വൃത്തിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. ഇനി നമ്മൾ ഈ മടക്കി തയ്ച്ചതിലേക്ക് പൈപ്പിംഗ് ചരട് വെച്ച് ഇതിനെ പൈപ്പിംഗ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് സിംഗിൾ പ്രഷർ ഫുട്ട് ഇടുക. അപ്പോൾ എല്ലാ മെഷീനും സിംഗിൾ പ്രഷർ ഫുട്ടുകൾ സൂട്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പല മെഷീനുകൾക്കും പലതരത്തിലുള്ള സിംഗിൾ പ്രഷർ ഫുട്ടുകൾ വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾ മെഷീൻ്റെ പേര് പറഞ്ഞിട്ട് കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ അതിനുശേഷം ഇതുപോലെ വെച്ച് ഇത് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ പൈപ്പിംഗ് നോക്കുക, ഇതിൻ്റെ സൈഡ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നല്ല സൈഡ് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് തയ്ക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് തയ്ക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ നമ്മൾ ഈ കോർണർ ഉള്ളത് കൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് 3 പീസായിട്ടാണ് ഈ പൈപ്പിംഗ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്യണത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പൈപ്പിംഗ് ഇത് ഇവിടെ 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോർണർ എത്തുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുന്നിൽ നിർത്തി രണ്ടാമത് ഒരു പീസ് അതിൻ്റെ അടിയിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടു, ഇതുപോലെ ഈ ചെയ്യുന്നത് നോക്കുക. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കയറ്റി വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള കോർണർ കിട്ടും നമുക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കോർണർ വരുന്ന സ്ക്വയർ ടൈപ്പിലുള്ള നെക്കുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ പീസായി കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള നെക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കോർണറിൻ്റെ ഫിനിഷിങ് കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കോർണർ കിട്ടാൻ ഇങ്ങനെ തയ്ച്ചാൽ മതി. ഇനി ഈ പൈപ്പിങ്ങിനെ നമ്മൾ നെക്കിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ബാക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇത് ബാക്ക് ഭാഗം നല്ല ക്ലിയറായി കിട്ടും. ഇനി നമുക്ക് പോട്ട്ലി ബട്ടൺ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇതിൽ നോക്കുക, ഇതുകൊണ്ട് ഒരു ചെറിയൊരു തുണി കഷ്ണം എടുത്ത് ഇതുപോലെ ചുരുട്ടിയതിന് ശേഷം അത് ഇതുപോലെ ഒരു പീസിൻ്റെ ഉള്ളിൽ വെച്ച് അതിനെ ഇതുപോലെ മടക്കി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ തിരിച്ച് എടുക്കുക. അപ്പോൾ ഇത് കണ്ടു, അതിനെ കവർ ചെയ്ത് എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ സാധാരണ നൂല് കൊണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് കെട്ടിയെടുക്കേണ്ടതാണ്. നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടിയെടുക്കണം. വേറെ പ്രത്യേകിച്ച് ഒരു പണിയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ പോട്ട്ലി ബട്ടൺ. ഈ കെട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ കെട്ട് നമ്മൾ മാല കെട്ടുന്ന പൂമാല കെട്ടുന്ന പോലത്തെ ഒരു കെട്ടാണ് ഞാനതിൽ കെട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടണുകൾ ചെയ്തെടുക്കുക. ഇനി നോക്കുക, ഈ 3 ബട്ടനാണ് നമുക്ക് ഒരു സെറ്റായിട്ട് വേണ്ട. അപ്പോൾ 3 ബട്ടൺ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു സെറ്റാക്കിയിട്ട് ഈ മെഷീനിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 3 ബട്ടൺ വീതമുള്ള 3 സെറ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാവും. ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കണ്ടു, നമ്മൾ 3 സെറ്റായിട്ട് ഇപ്പോൾ അത് മാറ്റി. ഇനി അധികമുള്ള തയ്യൽ തുമ്പ് നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് കളയുക.
അപ്പോൾ നമ്മൾ നെക്കൊക്കെ നന്നായി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെക്കൻഡ് നെക്ക് ഇതിൽ കറക്റ്റായിട്ട് വെച്ച് പിൻ ചെയ്തെടുക്കുക. പിൻ ചെയ്തെടുത്തതിന് ശേഷം ഇത് അറ്റാച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് പോട്ട്ലി ബട്ടണും കൂടിയും ഇതിൽ വെച്ച് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും തന്നെ ഇത് കറക്റ്റായി വെച്ച് പിൻ ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, നമുക്ക് ഇത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സിംഗിൾ പ്രഷർ ഫുട്ട് തന്നെ ഇട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഈ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത അതേ ലൈനിൽ കൂടെ തന്നെ ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കോർണർ എത്തുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ 3 പീസാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 3 പീസിൻ്റെ പോട്ട്ലി ബട്ടൺ ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറ്റി വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ 3 വെച്ച് നമ്മൾ ചെയ്തതിൻ്റെ ഗുണം ഇതാണ്, ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് ഇത് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്, ആർക്കും ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.